ഈ ചാനലിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ശരിക്കും ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതിൽ. കാരണം ഒരു 30 സെക്കൻഡിൻ്റെ റീൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു 10 മിനിറ്റ് അല്ലെ 12 മിനിറ്റ് ഒരു ക്യാമറ നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ഈ ഒരു കാര്യത്തിലൊട്ടും യൂസ്ഡ് ടു അല്ല. സോ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ആദർശ്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ കിച്ചൺ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഇത് കിച്ചൻ്റെ കഥയാണ്, കൂടെ കല്ലുവിൻ്റെയും. സോ വെൽക്കം ടു ലൈഫ് ഓഫ് കിച്ചൺ. 2020 ലോക്ക്ഡൗൺ ടൈമിൽ മനസ്സിൽ വന്നൊരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അന്ന് ഈ കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നുള്ള ടേംസ് ഒന്നും കേട്ടിട്ടില്ല. ജസ്റ്റ് യൂട്യൂബേഴ്സ് അത്രേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അന്ന് റീൽസും ഇത്രയും പോപ്പുലാരിറ്റി നേടിയ ഒരു സമയമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മനസ്സിൽ വന്നൊരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ എന്ത് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ എന്ത് വീഡിയോസ് ചെയ്യും എന്നുള്ളതിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ 2020 നിന്നും 2026 ലൈഫ് ഓഫ് കിച്ചനുമായി ഞാൻ എത്തുമ്പോൾ ഇതിനിടയ്ക്ക് പല ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. ഗേറ്റ് കോച്ചിങ് കഴിഞ്ഞ സമയത്ത് ഒരു കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ചാനൽ തുടങ്ങാൻ പ്ലാൻ ഇട്ടു. അതിന് വേണ്ടിയിട്ട് പല വീഡിയോസ് ചെയ്തു. പക്ഷേ അത് വർക്കൗട്ടായില്ല. അതിനുശേഷം IIT എത്തിയ സമയത്ത് IIT ഒരു വ്ളോഗ് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് ബിടെക് എടുത്തിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി IIT എത്തിയപ്പോൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പോകാൻ എനിക്കൊരു സമയമെടുത്തു. സോ ആ ഒരു സമയത്തിനിടയ്ക്ക് എനിക്ക് ഈ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എല്ലാവർക്കും ഉള്ള എക്സ്ക്യൂസ് പോലെ തന്നെ നല്ല ഫോണില്ല, മൈക്കില്ല, ലൈറ്റ്സ് ഇല്ല എന്നൊക്കെയുള്ള പല പല എക്സ്ക്യൂസസ് വെച്ചിട്ട് പലപ്പോഴായിട്ട് ഞാൻ ഈ പരിപാടി നിർത്തി. പക്ഷേ എല്ലാ പ്രാവശ്യവും ഈ കോണ്ടന്റ് ക്രിയേഷനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു റിഗ്രറ്റ് ആണ്. അന്ന് ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ 2020 സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ മേ ബി വൈറലായനെ അല്ലെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയനെ എന്നൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ റിഗ്രറ്റ് ആണ് ഓരോ പ്രാവശ്യവും. അങ്ങനെ 2024 IIT വിട്ടു, നേരെ മുംബൈക്ക് പോയി, അവിടെ ജോബായി. സോ അക്കാഡമിക്സിനോട് ബൈ ബൈ പറഞ്ഞു പോയി. ദെൻ ജോബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനീഷ്യൽ ഡേയ്സൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം അക്കാഡമിക്സിൽ നിന്നും ഉണ്ടായൊരു ചേഞ്ചാണ് ജോലിയിലേക്ക് പോയെന്ന് പറയുന്നത്. പക്ഷേ പയ്യെ പയ്യെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് മാറാൻ തുടങ്ങി. കാരണം 9 മണിക്ക് ജോലി, 5 മണി വരെ ജോലി. ഒരു 7:45 അല്ലെങ്കിൽ 8 മണിക്ക് എണീക്കുന്ന ഞാൻ 9 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 9:15 ഓഫീസിലെത്തുന്നു. വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങുന്നു. പയ്യെ മറൈൻ ഡ്രൈവ് വഴി നടന്ന് PG യിലെത്തുന്നു. കുറച്ച് നേരം ഫോൺ നോക്കുന്നു, വീട്ടിലൊക്കെ വിളിക്കുന്നു, കല്ലുവിനെ വിളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. സോ ഇതൊരു റിപ്പീറ്റേഷനായി തുടങ്ങി. സിസ്റ്റമാറ്റിക് എന്നതിനേക്കാൾ ഉപരി യാന്ത്രികമായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓഫീസും കാര്യങ്ങളെല്ലാം ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു, ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു, വേറൊരു പ്രശ്നവുമില്ല. ബട്ട് സ്റ്റിൽ ലൈഫിൽ ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. ഇനി വീക്കെൻഡ് ആണെങ്കിലും പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഉറക്കം, ലോണ്ട്രി, ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. സോ ഇങ്ങനെ റെപ്പറ്റേഷനായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. സോ ആ സമയത്ത് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദ ഡെയിലി ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോസ് എടുക്കുക, പാട്ടൊക്കെ ഇട്ട് ഇടുന്നൊരു ചെറിയ പേജ്. ആൻഡ് അത്യാവശ്യം വീഡിയോസ് കിട്ടു, വ്യൂസൊക്കെ വന്നു. ഞാൻ കുറച്ച് ഹാപ്പി ആയി തുടങ്ങി. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നെനിക്ക് തോന്നുന്നു. അതായത് ഈ 9 to 5 ജോബിന് അപ്പുറത്തേക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി തുടങ്ങി. ഞാൻ ഒരു പരിധി വരെ ഞാൻ ഹാപ്പി ആയി തുടങ്ങി. പിന്നെ വീട്ടിൽ വന്ന സമയത്താണെങ്കിൽ വീട്ടിൽ അമ്മയുടെ കൂടെ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തു. അതൊക്കെ ഇട്ടു. അതിന് നല്ല റെസ്പോൺസൊക്കെ കിട്ടി. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യം അതിന് നല്ല കമൻറ്റ്സ് വരുന്നു, ലൈക്സ് വരുന്നു, വ്യൂ കിട്ടുന്നു. സോ അതൊക്കെ ഭയങ്കര ഹാപ്പി ആയി തുടങ്ങി. സോ അങ്ങനെ നിന്ന സമയത്താണ് എൻ്റെ ഫസ്റ്റ് ഓഫ് ഷോർ അറ്റൻഡൻസ് വരുന്നത്. പിന്നെ 3 മാസം ഷിപ്പിലാണ്. ഈ പറയുന്ന പരിപാടികളെല്ലാം വീണ്ടും നിന്നു. സോ 2025 സെപ്റ്റംബർ ആയ സമയത്ത് ഓഫ് ഷോർ വെച്ച് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്യുകയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ കല്ലുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഡെഫിനറ്റ്ലി ChatGPT ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ കുക്ക് വിത്ത് കല്ലു എന്ന പേരിൽ ഒരു കംപ്ലീറ്റ്ലി കുക്കിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ഇടുന്നു. വൺസ് ന്യൂസിലൻഡിൽ എത്തിയാൽ വിത്തിൻ 2 വീക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം ഇനി ഡിലേ ആക്കാൻ പറ്റില്ല. ഒരു പേര് കുക്ക് വിത്ത് കല്ലു എന്നുള്ളത് കൺഫേം ചെയ്യുന്നു. അതിനൊരു ലോഗോ ഓൾമോസ്റ്റ് 22 ലോഗോസ് ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ലോഗോ സെറ്റ് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം ബയോ, യൂട്യൂബിൻ്റെ ബാനർ, ഡിസ്ക്രിപ്ഷൻ എല്ലാം സെറ്റ് ചെയ്യുന്നു. സോ ഇനി ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ വൺസ് ന്യൂസിലൻഡിൽ എത്തിയാൽ വിത്തിൻ 2 വീക്സ് നമ്മളിത് പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് വീഡിയോ ലോഞ്ച് ചെയ്യും. എല്ലാം ഓക്കെ ആവുന്നു. ദെൻ ഞാൻ തിരിച്ച് ഓഫ് ഷോർ അറ്റൻഡൻസ് കഴിഞ്ഞ് മുംബൈയിലെത്തുന്നു. അതിനിടയ്ക്ക് നാട്ടിൽ പോകുന്നു. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. കല്യാണമാണ്, January 1 കല്യാണമാണ്. അത് കഴിഞ്ഞ് വീണ്ടും മുംബൈയിലേക്ക് പോകുന്നു. മുംബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് ഒരു 5 ഡേയ്സിലേക്ക് അറ്റൻഡൻസിന് പോകുന്നു. തിരിച്ചു വരുന്നു. കല്യാണം, അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും എല്ലാം. January 1 കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തിരക്കാണ്. സോ ആ ഒരു തിരക്കെല്ലാം കഴിഞ്ഞിട്ട് January 24 കല്ലു ന്യൂസിലൻഡിലേക്കും February 2 ഞാൻ അബുദാബിയിലേക്കും ഫ്ലൈറ്റ് കയറുകയാണ്. സോ വീണ്ടും ഓഫ് ഷോർ എത്തുന്നു. നമ്മൾ വീണ്ടും കുക്ക് വിത്ത് കല്ലുവിനെ പറ്റി ആലോചിക്കുന്നു. ഒന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ചപ്പോഴാണ് രണ്ടുപേർക്കും കുക്കിംഗ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്കില്ലേ ഉള്ളൂ. പ്രോപ്പറായിട്ട് ഞാൻ ചോപ്പ് ചെയ്യാൻ പോലും അറിയില്ല. സോ എങ്ങനെ ഒരു കുക്കിംഗ് ഓറിയൻറ്റഡ് ചാനൽ മാത്രമാക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു പ്രോപ്പർ റെസിപ്പി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാനലല്ല. അതായത് കുക്ക് ചെയ്യുന്നു, അതിനോടൊപ്പം
ഓഡിയൻസിനോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു ചാനൽ, അതായത് നമുക്ക് സംസാരിക്കാനുള്ള സംസാരിക്കുന്നു, ബട്ട് അതിനൊരു ടൂളായിട്ട് കുക്കിങ്ങിനെ യൂസ് ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നു. പക്ഷേ അങ്ങനെ ഇരുന്ന് വീണ്ടും ആലോചിച്ചപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളൊരു ട്രാവൽ വീഡിയോ അതിലിടാൻ പറ്റില്ല. കാരണം അതൊരു കുക്കിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ചാനലാണല്ലോ. അല്ലെങ്കിൽ കപ്പിൾ മൊമെൻറ്റ്സ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ വീണ്ടും ഇത് വേണ്ട, ഇത് ഡ്രോപ്പ് ചെയ്യാമെന്നുള്ളൊരു കേസിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ലൈഫ് ഓഫ് കിച്ചൺ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ അതായത് എൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് പേരിൽ ഒരാളെ കാണാവുള്ളൂ. ഇപ്പോൾ കുക്ക് വിത്ത് കല്ലുവിൽ കല്ലു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ലൈഫ് ഓഫ് കിച്ചണിൽ കിച്ചൺ മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട്. ബട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് രണ്ടുപേരും ഉണ്ടാവണം. അതായത് കുക്ക് വിത്ത് കല്ലുവിൻ്റെ ബാക്കിലുള്ള ഐഡിയോളജി എന്ന് പറയുന്നത് കുക്ക് വിത്ത് കല്ലു. സോ ഐ ആം ദ കുക്ക്, ഹിയർ ഈസ് മൈ കല്ലു, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അതായിരുന്നു എൻ്റെ ഇൻട്രോ. അതായത് ദ കുക്ക് വിത്ത് കല്ലുവിലെ ദ കുക്ക് ഞാനാണ്, വിത്ത് കല്ലു. സോ ലൈഫ് ഓഫ് കിച്ചണിലേക്ക് വന്നപ്പോൾ കിച്ചൺ ഡയറക്റ്റ്ലി അവിടെ ഉണ്ട്. സോ കല്ലുവിനെ ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യിക്കണം. അതിലേക്ക് വന്ന സമയത്ത് ഞാൻ എടുത്ത ഒരു എന്താ പറയുക, ഇതിൻ്റെ പിന്നിലുള്ള ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ലൈഫ് ഓഫ് കിച്ചൺ ആൻഡ് കിച്ചൺസ് ലൈഫ് ഈസ് കല്ലു. സോ ഇൻഡയറക്റ്റായിട്ട് കല്ലു അവിടെ ഉണ്ട്. സോ ഞാൻ അപ്പം തന്നെ അതാക്കുന്നു, ലൈഫ് ഓഫ് കിച്ചനെ ഓവർലേ ചെയ്തുകൊണ്ട് കല്ലു എന്നുള്ളൊരു ഫോണ്ട് വരണം. അങ്ങനെ ഒരു ഐഡിയ സെറ്റ് ചെയ്യുന്നു. പിന്നീട് ഇത് കല്ലുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. കല്ലുവിന് ഇത് ഓക്കെയാണ്. പിന്നെ കല്ലു എന്ത് പറഞ്ഞാലും ഓക്കെയാണ്. അതായത് ഇപ്പം എനിക്കും കല്ലുവിന് സ്വിമ്മിങ് അറിയില്ല. പക്ഷേ കടലിൻ്റെ സൈഡിലേക്കും കല്ലു കടലിലേക്ക് ചാടാമെന്ന് പറഞ്ഞാൽ ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ചാടും. അതാണ് കല്ലുവിൻ്റെ സപ്പോർട്ട്. അതായത് എൻ്റെ എല്ലാ ഭ്രാന്തമായ ഐഡിയകൾക്കും കൂട്ടി നിൽക്കുക എന്നുള്ളതാണ് കല്ലുവിൻ്റെ ഒരു രീതി. സോ പേര് ഓക്കെ ആയി, അതിൻ്റെ ബാക്ക് സ്റ്റോറി ഓക്കെ ആയി. ഇനി വേണ്ടത് ലോഗോ ആണ്. അപ്പോൾ ഇനി പുതിയ ലോഗോ ഇപ്പം ഒന്നുമില്ല. നമ്മൾ അതിന് മുമ്പ് ഒരു മലേഷ്യ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് വളരെ മിനിമലായിട്ടൊരു ലോഗോ ചെയ്യുന്നു, ലൈഫ് ഓഫ് കിച്ചൺ ചെയ്യുന്നു. എൻ്റെ ഐഡിയ പോലെ തന്നെ ലൈഫ് ഓഫ് കിച്ചനെ ഓവർലേ ചെയ്തുകൊണ്ട് കല്ലു എന്നൊരു ഫോണ്ടും വരുന്നു. ബട്ട് ഇനിഷ്യലി നമ്മളിത് ഇൻസ്റ്റഗ്രാമിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ വരുന്നു. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് മാത്രം ചെയ്ത് ഒരു അക്സെപ്റ്റൻസ് കിട്ടുമോ ഇല്ലയോ നോക്കാം. വൺസ് കിട്ടുവാണെങ്കിൽ യൂട്യൂബിലേക്ക് പോകാം, അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു പ്ലാൻ വരുന്നു. അപ്പോൾ അങ്ങനെ April 24 ഞാൻ റിസൈൻ ചെയ്യുന്നു, നാട്ടിലെത്തുന്നു. May 10 മിഡ്നൈറ്റിന് ഫ്ലൈറ്റ്. സോ അങ്ങനെ May 12 11 മിഡ്നൈറ്റിൽ ഞാൻ ന്യൂസിലൻഡിലെത്തുന്നു. സോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ 2 വീക്സിൽ നമ്മൾ ചെയ്യും. അതായത് ഒരു May 25 കൂടി നമ്മൾ ഫസ്റ്റ് വീഡിയോ ലോഞ്ച് ചെയ്യും എന്നുള്ള രീതിയിൽ. നമ്മളിതിനു മുമ്പ് ഒരുപാട് ബർത്ത്ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുമിച്ചൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എല്ലാ ബർത്ത്ഡേയ്സും മൊബൈൽ ഫോണിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ലൈഫിലെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് June 4 വരുന്നത്. May 7 എൻ്റെ ബർത്ത്ഡേ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനിവിടെ എത്തുന്നത് May 11 കല്ലുവിൻ്റെ ബർത്ത്ഡേ അന്ന് ലോഞ്ച് ചെയ്യാം, അങ്ങനെ ഒരു ഐഡിയ വരുന്നു. സോ June 4 അതായത് കഴിഞ്ഞ ഒരു മാസം, എക്സാക്ട്ലി 1 month ബാക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് വീഡിയോസ് ഇടുന്നു. അതിന് അത്യാവശ്യം അക്സെപ്റ്റൻസ് കിട്ടുന്നു, വ്യൂസ് കിട്ടുന്നു. ദെൻ നമ്മൾ കപ്പിൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു ബ്രേക്ക് ത്രൂ തരുന്നുണ്ട്. കഴിഞ്ഞ 30 ദിവസത്തിനിടയ്ക്ക് നമുക്ക് 1 million അടിച്ചൊരു വീഡിയോ വന്നു, 500Kയുടെ വീഡിയോ വന്നു, 155Kയുടെ വീഡിയോസ് വന്നു, 100Ks ഉള്ള വീഡിയോസ് വന്നു, മൾട്ടിപ്പിൾ 40Ksഉം 30Ksഉം 20Ks ഒക്കെയുള്ള വീഡിയോസ് വരുന്നു. നമ്മളെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ഇടുന്നത് കൊണ്ട് മോണിറ്റൈസേഷൻ പരിപാടികളൊന്നും ഇല്ലല്ലോ. സോ നമുക്ക് കിട്ടുന്നു അതിനുള്ള അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ അതിനുള്ള കമൻസ്, ലൈക്സ്, ഇതൊക്കെയാണ് നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത്. സോ വ്യൂസ് ആണെങ്കിലും കമൻസ് ആണെങ്കിലും സ്ട്രേഞ്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് കമൻസ് വന്നു. നമുക്ക് പല ഡയറക്റ്റ് മെസ്സേജസ് വന്നു തുടങ്ങി. സോ നമ്മൾ ആ ഒരു രീതിയിൽ കംപ്ലീറ്റ്ലി, ഇപ്പം ഞാനാണെങ്കിലും കല്ലു ആണെങ്കിലും വളരെ സന്തോഷം, നമുക്ക് വളരെ സന്തോഷം. കാരണം നമ്മൾ ഇത്ര പെട്ടെന്നൊരു സ്ട്രേഞ്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഇത്ര പെട്ടെന്നൊരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സോ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞല്ലേ 1 million വരെ വന്നിട്ടുള്ള വീഡിയോ നമുക്ക് വന്നു. അതിലൊരുപാട് സന്തോഷം നമുക്ക്, അതിൻ്റെ ഒരുപാട് താങ്ക്സ്. അതിനുശേഷം നമുക്ക് 1250ഓളം ഫോളോവേഴ്സ് എത്തുന്നു. ഇവർ പലരും എല്ലാ വീഡിയോസിനും ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു വീഡിയോ, ഒരു മോരിൻ്റെ ഒരു വീഡിയോ ഓൾമോസ്റ്റ് 400K ക്രോസ് ചെയ്യുന്നു വിത്തിൻ 1 day. സോ അന്ന് നമ്മൾ ഇവിടെ പാക്ക് ആൻഡ് സേവിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ ഒരു മലയാളി ഫാമിലി നമ്മളെ തിരിച്ചറിയുന്നു. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റയിൽ റീൽസൊക്കെ ചെയ്യുന്നതല്ലേ ചോദിച്ചു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. കാരണം നമ്മളെ റീല് കണ്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു ഇൻവോൾവ്മെൻ്റ് അല്ലാണ്ട് നേരിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് നമ്മളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മളിടുന്ന വീഡിയോസിനെല്ലാം ഒരു 4000-5000 വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് 2 വീഡിയോസ് 20Kക്ക് അടുത്ത് വന്നു.
ആൻഡ് പെട്ടെന്നായിരുന്നു. അതായത് രാത്രി ഞാനെപ്പോഴും വീഡിയോസ് ഇടുന്നത് ന്യൂസിലാൻഡ് ടൈം ഒരു 12:30 അല്ലെ 1 മിഡ്നൈറ്റാണ് ഇടുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു 5:30, 6 മണി വൈകുന്നേരങ്ങളിൽ ആ ഒരു സമയത്താണ് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത്. സോ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ഓൾമോസ്റ്റ് 350K ക്രോസ് ചെയ്തിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് 400K നമ്മൾ ക്രോസ് ചെയ്തു. അപ്പോൾ അന്ന് ഉച്ചയ്ക്കാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. നമ്മളെ ഒരു മലയാളി ഫാമിലി റിയലൈസ് ചെയ്യുന്നത്. സോ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു. പിന്നെ ഈ ഒരു 30 ദിവസത്തിനിടയ്ക്ക് നമ്മൾ 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ആൾക്കാരെ പരിചയപ്പെട്ടു. ഒന്ന് നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡെഫിനറ്റ്ലി നമുക്കറിയാവുന്ന, അതായത് ഇപ്പം നമ്മളെ അറിയാവുന്ന ഫ്രണ്ട്സ്, ഫാമിലീസൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് ഇവർ നമ്മളെ ഫോളോ ചെയ്തിട്ട് വന്ന് പറയും, അതായത് ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇൻഫ്ലുവൻസറെ എന്നൊക്കെയുള്ള രീതിയിൽ, കളിയാക്കാനുള്ള രീതിയിൽ നമുക്ക് ആ സംസാരത്തിൽ തന്നെ കേൾക്കാൻ പറ്റും അത് കളിയാക്കലാണെന്നുള്ള കാര്യം. ആൻഡ് അവരെ ഫോളോ ചെയ്തു എന്ന് നമ്മളെ വന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ആൻഡ് ഇപ്പോൾ ഈ 1250 മുകളിൽ അല്ലെങ്കിൽ 1000 ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവരാരും എൻ്റെ ഫോളോ ലിസ്റ്റിലില്ല. ഇവരാരും എന്നെ ഫോളോ ചെയ്യുന്നില്ല. ഇവരൊക്കെ പയ്യെ അൺഫോളോ ചെയ്ത് പോയി. മറ്റേ കൂടെ നിന്ന് കട്ടപ്പ കളിച്ചിട്ടുള്ള പരിപാടി. അതാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആൾക്കാർ. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾസ് ആണ്. അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ തൊട്ട് ഇവർ നമ്മുടെ കൂടുണ്ട്. ഇവരൊരു തരത്തിൽ നമ്മളെ വന്ന് ബോധ്യപ്പെടുത്തുന്നില്ല. പക്ഷേ ഫസ്റ്റ് വീഡിയോ നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എൻ്റെ പേജിൽ റാൻഡമായിട്ട് ഏത് വീഡിയോ എടുത്ത് നോക്കിക്കോ, ഇവരുടെ കമൻറ്റ്സ്, ഇവരുടെ ലൈക്സ് എല്ലാം ഇതിൽ കാണാം. അതായത് ഞാനൊരു വീഡിയോ ഇട്ടാൽ ഇമ്മീഡിയറ്റായിട്ട് അതിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് സ്റ്റോറി ആക്കുക, റീഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊക്കെയുള്ള പരിപാടി. ഇത് നമ്മൾ പറഞ്ഞിട്ടല്ല, നമ്മൾ ആരോടും പറഞ്ഞതല്ല. അവർക്ക് ജെന്യുവനായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ ഗ്രോ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ലൈഫ് ഓഫ് കിച്ചൺ എന്നുള്ള ഈ ഒരു പേജ് അല്ലെങ്കിൽ ഒരു കോണ്ടൻറ് ക്രിയേഷൻ. സോ അതിൽ നമ്മൾ ഗ്രോ ചെയ്യണമെന്ന് ജെന്യുവനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാറ്റഗറി എനിക്ക് കിട്ടുന്നത് ആ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയ ഒരു മോരിൻ്റെ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ്. കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ്. ഇവർക്കറിയില്ല നമ്മൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ ഇവർ നമുക്ക് തരുന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇവർ ചില വീഡിയോസ് ഞാൻ പറയും, ഇപ്പോൾ ചില ആൾക്കാർ എല്ലാ വീഡിയോസിനും, ഇപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസിനും ഒരു കമൻറ്റ് ഇടുന്നുണ്ട്. അത് നമുക്ക് തരുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉള്ള ആൾക്കാരെയാണ് ഞാൻ ഈ ഒരു 30 ദിവസത്തിൽ, 30 ആയിട്ടില്ല, നാളെ 30 ആവുള്ളൂ, ഇന്ന് 29ാമത്തെ ദിവസമാണ്, ഞാൻ പരിചയപ്പെട്ട 3 കാറ്റഗറീസ് ഓഫ് ആൾക്കാർ. അപ്പോൾ എല്ലാവർക്കും, കൂടെ നിന്നവർക്കും, കൂടെ നിന്നിട്ട് ഇടയ്ക്ക് വെച്ച് അൺഫോളോ അടിച്ച് പോയവർക്കും എല്ലാവർക്കും താങ്ക്സ്. കാരണം ഇനിഷ്യലി ഒരു പുള്ള് കിട്ടിയത് നിങ്ങൾ ഫോളോ ചെയ്തതുകൊണ്ട് തന്നെയാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇനി തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നാളെ ജൂലൈ 4 ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന ദിവസമാണ്. അതായത് ലൈഫ് ഓഫ് കിച്ചൺ ഒരു ഇൻ്റർനെറ്റിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നാളെ 30 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം നിങ്ങളാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്. ആൻഡ് നമ്മൾ വിചാരിച്ചതിലും വേഗം ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അത് പേരെടുത്ത് ഓരോരുത്തരെ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ജെന്യുവനായിട്ട് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. ആൻഡ് നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് തന്ന 2 ഫ്രണ്ട്സ് ഉണ്ട്. സോ എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല. കാരണം കറൻ്റ്ലി ലൈഫ് ഓഫ് കിച്ചന് 2 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഒന്ന് കിച്ചനും ഒന്ന് കല്ലും. മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 2 പേരെ കാണുള്ളൂ. ചിലപ്പോൾ 10 പേര് കാണാം, ചിലപ്പോൾ 100 പേര് കാണാം, ചിലപ്പോൾ 1000 പേര് കാണാം. നിങ്ങളിത് ഫസ്റ്റ് ഡേ കണ്ടാലും 100ാമത്തെ ദിവസം കണ്ടാലും 1000ാമത്തെ ദിവസം കണ്ടാലും യു ആർ വെൽക്കം ടു ലൈഫ് ഓഫ് കിച്ചൺ.